ഹലോ, ഇന്ന് നമ്മളൊരു റെസിപ്പീൻ്റെ വീഡിയോ ആണ് കേട്ടോ. ബേക്കറി രുചിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ നല്ലൊരു ഹലുവയുടെ റെസിപ്പിയാണിത്. വീട്ടിൽ കറുത്തു പോയ പഴമോ അല്ലെങ്കിൽ ഓവറായിട്ട് പഴുത്തു പോയ പഴമോ ഉണ്ടെങ്കിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ നല്ല പഴുത്തു പോയ ഒരു പഴം ഞാൻ 2 എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായി പേസ്റ്റ് പോലെ അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് തൊലി കറുത്ത് പോയിന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളിൽ നല്ല പഴുത്ത പഴമാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കെട്ടുപോയതൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള പഴം നോക്കി എടുക്കുക. അപ്പോൾ അതിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ ഞാൻ 2 പഴവും ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിത് നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വലിയ ശർക്കരയാണ് എടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ചെറുതുള്ളതെങ്കിൽ ഒരു 3-4 എണ്ണം എടുക്കുക. ഇതിലേക്ക് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ശർക്കര പാനിയാക്കിയിട്ട് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മധുരത്തിനായിട്ട് ഈ ശർക്കര പാനിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മുടെ ശർക്കര ഇവിടെ നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ മതി. അതായത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് നമ്മൾ ശർക്കര മുങ്ങി നിൽക്കുന്ന പാകത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം അത് നന്നായി ഉരുക്കിയെടുക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഹലുവ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് ഗീ ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, പശുവിൻ നെയ്യ്. അപ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ പശുവിൻ നെയ്യാണ് ഫസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഹലുവ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം, അടിച്ചു വെച്ച പഴം ആ പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വളരെ ചെറിയ തീയിൽ വേണം നമ്മൾ ഫ്ലെയിം ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഈ പഴം വെന്ത് പോവും. പഴം വെന്ത് പോകാൻ പാടില്ല. എന്നാലോ പഴത്തിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുകയും ചെയ്യണം. ഇട്ട ഉടനെ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഴം അപ്പാട് വെന്ത് പോവും. അപ്പോൾ പിന്നെ നമുക്ക് ഹലുവ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഗീയിൽ നമ്മൾ അടിച്ചു വെച്ച പഴം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 കപ്പ് ശർക്കര പാനി ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, 2 പഴത്തിന് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഒഴിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു ഹലുവ തയ്യാറാക്കിയെടുക്കേണ്ട സമയവും കൂടും. അതായത് നമ്മുടെ പാനിൽ നിന്ന് ഈ പഴത്തിൻ്റെ മിക്സ് ഇങ്ങനെ വരുന്ന രീതിക്ക് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാഷ്യൂ നട്ടാണ്. അത് ജസ്റ്റ് കൈകൊണ്ട് പൊടിച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നതാണ്. ഇത് ഓപ്ഷനല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. ഇട്ട് കൊടുത്താൽ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിത് കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. വളരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര പാനിയും അതുപോലെ തന്നെ നമ്മുടെ പഴമെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഈ പഴം ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതി വരെ നമ്മളിത് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. കൈവിടാണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം ഒന്നും വിട്ടാൽ പ്രശ്നമില്ല. പക്ഷേ അടിക്ക് പിടിച്ച് പോകുന്നത് ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ അങ്ങനെ പെട്ടെന്നൊന്നും അടിക്ക് പിടിക്കില്ല. എങ്കിലും നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടിയും ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാനിലേക്ക് ഇതിങ്ങനെ ഒട്ടിപ്പോകുന്നെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി ഗീ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ഗീ ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗീ കുറച്ച് ഇട്ടാലാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകുക. ഇപ്പോൾ ടോട്ടൽ ഞാൻ 3 ടേബിൾ സ്പൂണോളം ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പരുവാകുന്ന സമയത്ത് ആണ് നമ്മളിത് മാറ്റിയെടുക്കേണ്ടത്. ഇപ്പോൾ പാനിൽ നിന്ന് നന്നായി വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കുറച്ച് ഓവറായിട്ടുള്ള ഗീ ഉണ്ടല്ലോ. ഈ ഒരു ഗീ നമുക്ക് ഇത് സെറ്റാക്കി എടുക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഈ ഓവറായിട്ട് വരുന്ന ഈ ഒരു ഗീ ഇതിങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഹലുവ തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് പാത്രം ഗ്രീസ് ചെയ്തെടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഹലുവ ഷേപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് പാൻ ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച പാത്രത്തിൻ്റെ അടിയിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മളിത് കമഴ്ത്തി ഇടുന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. നന്നായി ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട്
പിന്നെ കട്ട് ചെയ്തെടുക്കുക എന്നതാണ്. അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് നല്ല ചൂടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല, പൊടിഞ്ഞു പോകും. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴത്തിൻ്റെ ഹലുവയാണ്. ചിലർക്കെല്ലാം പഴത്തിൻ്റെ ഹലുവ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ബേക്കറി പോയിട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ തന്നെ പഴം ഉണ്ടെങ്കിൽ വെറും 2 ചേരുവകളല്ലേ മെയിനായിട്ട് ഇതിലുള്ളൂ. അതായത് പഴവും നമ്മുടെ ശർക്കര പാനിയുമാണ് മെയിനായിട്ട് ഇതിലുള്ളത്. അപ്പോൾ അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കിത് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ചൂടാറണം. അതായത് നമ്മളെ പ്ലേറ്റ് നല്ല തണുപ്പാവണം. ആ ഒരു സമയത്ത് മാത്രമേ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നത് കാണിക്കാം. നന്നായി ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഞാനിത് ഈ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇടുമ്പോഴത്തേക്ക് തന്നെ അത് പുറത്തേക്ക് വരും. അതിന് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പുറത്തേക്ക് വരാണ്ടിരിക്കാൻ നമ്മൾ നന്നായി ഗ്രേസ് ചെയ്തെടുത്തതാണ്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വളരെ കുറവ് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയത്. അതേപോലെ പാത്രം കുറച്ച് വലുതായത് കൊണ്ടാണ് ഇതിൽ ഹൈറ്റിൽ കിട്ടാഞ്ഞത്. നിങ്ങൾ എടുക്കുന്ന പാത്രം കുറച്ച് അതായത് കുണ്ട് കുറവുള്ള പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈറ്റിലുള്ള ഹലുവ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ മുറിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. വായിലിട്ട് അലിഞ്ഞു പോകുന്നെല്ലാം പറയുന്ന പോലത്തെ ഒരു ഹലുവയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പഴത്തിൻ്റെ ഹലുവ തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നതെങ്കിൽ ദയവേതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.